ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു പൊങ്കലാണ്. പൊങ്കൽ ഇപ്പോൾ നമ്മളെപ്പോഴും തമിഴ്നാട്ടിലൊക്കെയാണ് അധികം കാണുന്നത്. നമ്മൾ തമിഴ്നാട് ഹോട്ടലുകളൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും പൊങ്കൽ വാങ്ങിച്ച് കഴിക്കും. നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ പൊങ്കൽ അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പം നമ്മൾക്കും ഇതുപോലെ പൊങ്കൽ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പൊങ്കൽ ഞാനിന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യമായിട്ട് നമുക്ക് അരി, പച്ചരിയാണ് നമ്മളവിടെ എടുത്തിരിക്കുന്നത്. അരി, ചെറുപരിപ്പ്, പിന്നെ ഇഞ്ചി, ഉപ്പ്, നെയ്യ്, അതേപോലെ അണ്ടിപ്പരിപ്പ്, അതേപോലെ കുരുമുളക്, പാല്, ചെറിയ ജീരകം, കായം, അതേപോലെ കറിവേപ്പില, വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ചിലവർ പുഴുങ്ങലരിയിൽ ഉണ്ടാക്കും, പക്ഷെ അത് കുഴഞ്ഞു വരില്ല. നമുക്കിത് നല്ലപോലെ ഒന്ന് വെന്ത് കുഴയണം. അപ്പോൾ അതിന് നമുക്ക് പച്ചരി തന്നെ എടുത്താൽ മതി എല്ലാവരും. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ആദ്യം ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. അരിയും പരിപ്പും നല്ലപോലെ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ഗ്ലാസ്, നമ്മളിത് ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരി എടുക്കുമ്പോൾ 1 ഗ്ലാസ് പരിപ്പ് അങ്ങനെ എടുക്കണം. ആ കണക്കിനാണ് നമ്മൾ എടുക്കുന്നത്. അതേപോലെ തന്നെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനെ എടുക്കണം. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വേവ് ശരിയായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ അരി പരിപ്പും നമുക്ക് കുക്കറിലേക്ക് ഒന്ന് കൊട്ടി കൊടുക്കാം. ഇനി നമുക്ക് പരിപ്പ് കൊട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് അരിയും ചെറുപരിപ്പും കഴുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ഗ്ലാസ് പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 6 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. അടുത്തായിട്ട് 1.5 ടേബിൾ സ്പൂൺ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കാം. ഇനി കുക്കർ നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഒരു 3 വിസിൽ വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ 3 വിസിൽ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കറക്റ്റ് പാകമാണ്. ഇതുപോലെ വെന്തുടയണം, അപ്പോഴേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കണ്ടോ? ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് വറുത്ത് കൊട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് പാൻ ഒന്ന് അടുപ്പിൽ വെക്കാം. പാൻ അടുപ്പിൽ വെക്കാം. നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് കൂടിയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നെയ്യ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി ചെറുതായി മുറിച്ചത് അതിലേക്കിട്ട് കൊടുക്കാം. ഇഞ്ചി ഇതുപോലെ ആയാൽ മതി, ഒരുപാട് മൂക്കണ്ട. അപ്പോൾ ഇഞ്ചി നമുക്ക് നല്ലപോലെ പാകം പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ ജീരകം 1.5 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ജീരകം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് കുറച്ച് ചേർത്തു, അത് നമ്മുടെ ഇഷ്ടത്തിൽ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. 2-3 കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം.
നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ നമ്മുടെ പൊങ്കലിൽ കൊട്ടിക്കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കാം. അപ്പം നമ്മുടെ പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പൊങ്കൽ ചട്നി വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഫൈസലിനെ വിളിക്കാം. അപ്പോൾ ഫൈസലെ, നമ്മുടെ പൊങ്കൽ ടേസ്റ്റ് ചെയ്യാൻ വരൂ. തമിഴ്നാടിന്റെ പൊങ്കൽ അല്ലേ? തമിഴ്നാട് കർണാടകയിലൊക്കെ ഇഷ്ടംപോലെ പൊങ്കല് ഭയങ്കര ഫേമസ് ആണ്. അതേപോലെ ഇപ്പൊ കേരളത്തിലും പൊങ്കല് ഫെമിലിയർ ആണ്. ഇപ്പൊ എല്ലാ ശരവണ ഹോട്ടലുകളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ കിട്ടാനുണ്ട്. നമ്മുടെ ആൾക്കാർ കേരളക്കാർ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് പൊങ്കൽ അല്ലേ? ആദ്യം നോക്കുന്ന പൊങ്കലായിരിക്കും. അപ്പൊ നല്ല അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യല്ലേ? അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്ന ചട്നി ഒഴിക്കാം. നമ്മൾ ചില സാമ്പാർ ഒഴിച്ചിട്ടും കഴിക്കാം. സാമ്പാർ ഒഴിച്ചിട്ടും കഴിച്ചാൽ ചട്നി ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കൂ. എങ്ങനെയുണ്ട്? ശരിക്കും തമിഴ്നാടൻ പൊങ്കൽ തന്നെ പറയാം. ഒരു വ്യത്യാസമില്ല. ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉപ്പൊക്കെ കറക്റ്റായി, ബാക്കി എല്ലാ കറിയിലും വളരെ കറക്റ്റ് ആയിട്ടുണ്ട് പറയാം. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ വായി ചേച്ചി, ഇപ്പൊ നമ്മൾ പൊങ്കൽ ഉണ്ടാക്കി നമുക്ക് എത്ര വൈകുന്നേരം വരെ എടുത്തു വെക്കാം. കിടന്ന് പ്രശ്നമൊന്നും. ഇപ്പൊ പൊങ്കൽ ഇപ്പൊ നമ്മൾ സാധാരണ തമിഴ്നാടിന്റെ ആണെങ്കിൽ കൂടിയും ഇതിപ്പോ കേരളത്തിലും ഒരുപാട് ഹോട്ടൽസിലേക്ക് വരാൻ തുടങ്ങി. ഇപ്പൊ ഇഷ്ടംപോലെ ശരവണ ഭവൻ ഹോട്ടലിലൊക്കെ നമ്മുടെ ആൾക്കാർ ഇത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം പൊങ്കൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് ആണല്ലോ. പക്ഷെ എന്തായാലും നമുക്ക് ഡിന്നറിലും പൊങ്കൽ സുഖമായിട്ട് കഴിക്കാം. പിന്നെ വേറെന്താ പൊങ്കലിനെ കുറിച്ച് പറയാനുള്ളത്? പൊങ്കലിനെ പക്ഷെ ഇപ്പൊ ഒന്നും നമുക്ക് പറയാനില്ല. അപ്പൊ ഫൈസൽ പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പൊങ്കൽ വീട്ടിലുണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. പിന്നെ പൊങ്കൽ കഴിക്കുന്നതിൽ വട ചട്നി, പൊങ്കൽ വട ചട്നി, ഇതാണ് അതിന്റെ കോമ്പിനേഷൻ. നമുക്ക് സാമ്പാർ കൂട്ടിയിട്ട് ഉപയോഗിക്കാം. സാമ്പാറും നന്നായിരിക്കും. സാമ്പാറും ചട്നിയും മിക്സ് ചെയ്തിട്ട് അതെ പൊങ്കൽ കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണ്. അതേപോലെ വട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്കലിനെ കൂടെ കഴിച്ചാൽ അത് വേറൊരു ടേസ്റ്റ് ആണ്. അതെ, എന്ത് കുട്ടി വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പൊ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത പുതിയ വീഡിയോ വരുന്നവരെയും എല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.